ഇപ്പോൾ ഈ ഒറാങ്കൂട്ടൻ ബ്രിക്കിൻ്റെ 29.75 മെഗാ പാസ്കൽ സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ മെയിൻ കോമ്പണൻറ്റ് നമ്മുടെ ആരും റീസൈക്കിൾ ചെയ്ത തെർമോക്കോള്, നോൺ വോൺ മെറ്റീരിയൽ, PVC എണ്ണയായിട്ട്. ഇപ്പോൾ എനിക്കുള്ള ഇതെന്ന് വെച്ചാൽ ചാലഞ്ച് എല്ലാ പ്ലാസ്റ്റിക്കും നമ്മൾ എടുക്കണം. ചില ഐറ്റംസ് എടുത്ത് ചില ഐറ്റംസ് എടുക്കാതെ തന്നെ കൊണ്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് പോളിസ്റ്റർ സാരി ഏത് ഐറ്റം പിന്നെ നമ്മുടെ എന്ത് ഐറ്റത്തിലും അതിനകത്ത് ഇത്തിരി പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അത് നമ്മുടെ റോ മെറ്റീരിയലാവും. പിന്നെ ഇത് പ്രോസസ്സിംഗ് ആണ് മറ്റൊരു ഇഷ്യൂ. പ്രോസസ്സിംഗ് സമയത്ത് ജനറേറ്റ് ആവുന്ന എയർ പൊല്യൂഷൻ, എയറിനകത്ത് മൈക്രോ പ്ലാസ്റ്റിക് ആവും. പിന്നെ അതുപോലെ എക്സിസ്റ്റിംഗ് റീസൈക്ലേഴ്സ് മുഴുവൻ നമ്മുടെ പ്ലാസ്റ്റിക്കിനെ പൊടിച്ചിട്ട് അതിനുശേഷം കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഒന്നുകിൽ ഗ്രാനുൾസ് ആക്കും, അല്ല വേറൊരു ബൈ പ്രോഡക്റ്റ് ആക്കും. ഈ കഴുകിയ വെള്ളം മുഴുവൻ പോകുന്നത് ലാൻഡ് ഫില്ലിലാണ്. പിന്നെ പല ആൾക്കാരും റോഡ് ടാറിങ്ങിന് വേണ്ടി നമ്മുടെ പെറ്റ് ബോട്ടിൽസ് ഉപയോഗിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്, നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ ഈ വേറെ എയറിലും ക്ലൈമാറ്റിക്കിലും വരുന്ന ചേഞ്ചസും കാരണം വെച്ചാൽ ഇതിലെത്തിയിരിക്കുന്ന പ്ലാസ്റ്റിക് എന്ത് ചെയ്യും, മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് പൊടിഞ്ഞിട്ട് അത് വെള്ളത്തിലേക്കും പോവും, എയറിലേക്കും പോവും, നമ്മുടെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ലങ്സിലേക്ക് വരും. ഈ കഴിഞ്ഞ മാസം വന്ന റിപ്പോർട്ടിൽ US ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ വെച്ചാൽ മനുഷ്യൻ്റെ ബ്രെയിനകത്തടക്കം മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്രക്കും ഓൾറെഡി മുലപ്പാലിലൊക്കെ മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടെന്നുള്ള ടെസ്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കുന്ന എല്ലാ വെള്ളത്തിലുണ്ട്, എല്ലാവരും മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടെന്നുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ ഇപ്പോൾ എന്ന് വെച്ചിട്ടാകുമ്പോൾ എന്ത് തരം പ്ലാസ്റ്റിക് ആണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളതായ കണ്ടുപിടിച്ചൊരു ഫോമുലയുണ്ട്. അതിനകത്ത് കുറച്ച് ആഡ് ഓൺസും ചെയ്ത് ഞങ്ങൾ ബ്രിക്കാക്കി തരും.